ജയ് ശ്രീ രാധേ രാധേ. രാധാദേവിയെക്കുറിച്ചും മറ്റെല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ നമുക്കെല്ലാ അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ദിലീപ് സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. ഞാനും ദിലീപ് സാറും തമ്മിലൊരു പ്രത്യേക ഒരു ആത്മബന്ധമാണ്. അതിപ്പോൾ ഒരേ ജന്മനക്ഷത്രമായതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും സാറിന് ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധേ രാധേ. രാധേ രാധേ. ദിലീപ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. സാറ് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയും സന്തോഷവും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ, ഒരുപാട് കാലം ജീവിക്കാൻ രാധാറാണിയമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ 1000 പൂർണ്ണചന്ദ്രന്മാരെ സാറിന് കാണാൻ സാധിക്കട്ടെ. അതെന്തായാലും സാറിന് സാധിക്കുമെന്നറിയാം. രാധാറാണിയമ്മയുടെ പ്രിയപുത്രനാണ് സാറ്. രാധാറാണിയമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. അമ്മ ദർശനം തന്നത് സാറിനാണ്. സാർ അമ്മയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് അമ്മ അത്രയും കൂടെ ഉണ്ടാവുമെന്നും അറിയാം. സാറിന് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ തീർച്ചയായും സാറെ ഗോലോകത്തേക്ക് രാധാറാണിയമ്മ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. അതിനൊരു സംശയവുമില്ല. അത് സാധിക്കട്ടെ. രാധാറാണിയമ്മ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ സാറിൻ്റെ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഒന്നിനൊന്ന് മെച്ചമാണ്. ഏത് കാര്യങ്ങളെടുത്താലും സാറ് എല്ലാം അത്ര കൃത്യമായും ആത്മാർത്ഥതയോടു കൂടിയാണ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് തിരക്കിനിടയിലും സാറ് അത്രയും എഫേർട്ട് എടുത്ത് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അതിന് സാറിനോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഈ രാധാറാണിയുടെ ചാനലിൽ എത്താൻ സാധിച്ചതും ഗ്രൂപ്പിലെത്താൻ സാധിച്ചതൊക്കെ ഒരുപാട് അനുഗ്രഹമായിട്ട് കാണാണ്. രാധാറാണിയമ്മ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. സാറിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നു ഞാൻ. സാറിലൂടെയാണ് രാധാറാണിയമ്മയിലേക്ക് എത്തിയത്. അതിനൊരുപാട് നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒരുപാട് വീഡിയോസുകൾ കാണുന്നു. അത് അത്രയും ആത്മാർത്ഥതയോടുകൂടി സാറ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അത്രയ്ക്കും സന്തോഷമുണ്ട്. ഒത്തിരി നന്ദി സാറേ. സാറിന് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജയ് ശ്രീ രാധേ രാധേ. രാധേ രാധേ. ഈ വരുന്ന ഓഗസ്റ്റ് 3 നമ്മുടെ ദിലീപ് സാറിൻ്റെ പിറന്നാളാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സർ. ഞാൻ സാറിൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്. രാധാറാണി തന്ന ഒരു നിധിയായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. അതുപോലെ സാറിനെ പോലത്തെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി തന്നെ എൻ്റെ ഒരു മുൻജന്മ സുഹൃത്തായിട്ട് കാണുന്നു. രാധേ രാധേ എന്ന ചാനൽ കാണാൻ ഇടയായതും അതുപോലെ ഇത്രയും രാധാറാണീനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയതൊക്കെ എൻ്റെ പുണ്യമായിട്ട് ഞാൻ കാണുന്നു സർ. സാറിൻ്റെ വീഡിയോസിൽ രാധയുടെ പ്രണയവും ഭജഗോവിന്ദുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ രാധാറാണിയെ കൂടുതൽ അറിഞ്ഞത് ഞാൻ സാറിലൂടെയാണ്. അങ്ങനെ ഈ അവസരത്തിൽ ഞാൻ സാറിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സാറിനും രാധാമ്മയ്ക്കും എൻ്റെ കോടി നമസ്കാരം. ജയ് ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേ ശ്യാം. രാധേ രാധേ. രാധേ രാധേ. ഓഗസ്റ്റ് 3 പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിലീപ് സാറിന് ഞങ്ങളെ രാധാഭക്തിയിലേക്ക് ഒരുപാട് അടുപ്പിച്ച, ഞങ്ങളെ രാധാമ്മയിലേക്ക് ഞങ്ങളെ അടുപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിലീപ് സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. സാർ ഹാപ്പി ബർത്ത്ഡേ. വെരി ഹാപ്പി ബർത്ത്ഡേ. രാധേ രാധേ. ഞാൻ ആശ, UK നിന്നാണ്. നമ്മുടെ സ്വന്തമായ, നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, അതിനേക്കാളുപരി രാധാറാണിയമ്മയുടെ പൊന്നോമന പുത്രനായ നമ്മുടെ സ്വന്തം ദിലീപ് സാറിന്റെ പിറന്നാളാണ് ഈ വരുന്ന ഓഗസ്റ്റ് 3. സാറ് പിറന്ന ഉത്രട്ടാതി നക്ഷത്രമാണ് ഓഗസ്റ്റ് 3. അത് മാത്രമല്ല, ഓഗസ്റ്റ് 9 സാറിന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ സാറിന് വളരെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സർ. സാറിന് ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സകല ഐശ്വര്യങ്ങളും ഒക്കെ നൽകി രാധാറാണിയമ്മ എപ്പോഴും ഈ പൊന്നോമന പുത്രനെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് സകല സ്നേഹത്തോടും സകല ഐശ്വര്യത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി ഒരുപാട് ആനന്ദത്തോടെ സാറേ ഭൂമിയിൽ ജീവിക്കാൻ രാധാറാണിയമ്മ പിന്നെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ സാറിന്റെ രാധേ രാധേ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭൂമിയിലൊരു വൃന്ദാവനം, ഒന്നാമത്തെ വൃന്ദാവനം ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുണ്ട്.
അതുകൂടാതെ രണ്ടാമത്തെ വൃന്ദാവനം ഏതാന്ന് ചോദിച്ചാൽ അത് ദിലീപ് സാറിന്റെ രാധേ രാധേ ചാനലാണ് എന്നേ ഞാൻ പറയൂ. കാരണം അവിടെ കിട്ടാത്തതായി യാതൊന്നുമില്ല. രാധയുടെ പ്രണയം തന്നെ ഒരു വെബ് സീരീസ് ആയി സാറ് 175-ൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആ രാധയുടെ പ്രണയം കൊണ്ട് മാത്രം സാറിന്റെ അത്രയും ആത്മാർത്ഥമായ കഠിനാധ്വാനവും അമ്മയോടുള്ള ആ കഠിന ഭക്തിയും കാരണം രാധാറാണിയമ്മ സാറിന് ദർശനം കൊടുത്ത വീഡിയോ സാർ ഉടനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോ അത്രയും കഠിന ഭക്തനായ മഹാത്മാവായ മഹത് വ്യക്തിയായ ദിലീപ് സാറിനെ പോലെ ഒരാളെ ഈ ജന്മത്തിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ് എനിക്ക് രാധാറാണിയമ്മ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് എന്നേ ഞാൻ പറയും. അത് മാത്രമല്ല, സാറിന്റെ ഈ യൂട്യൂബ് ചാനലിൽ വേറെ എന്താ ഇല്ലാത്തത്? അഷ്ടപതി ഉണ്ട്. അത് മാത്രമല്ല, രാവിലെ സാർ ഗുഡ് മോർണിംഗ് വീഡിയോ മോട്ടിവേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്, ലളിതാ സഹസ്രനാമം ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ സാർ രാധാ സഹസ്രനാമം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എന്നറിയില്ല. രാധാറാണിയമ്മ അനുഗ്രഹിക്കുന്ന ഉടനെ അനുവാദം കൊടുക്കുന്നുണ്ട് സാർ ആ വീഡിയോയും ചെയ്യും. അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടുന്നതിലൂടെ നമ്മളെല്ലാം രാധാഭക്തിയിലേക്ക് സാർ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുകയാണ്. സാറിന്റെ ഓരോ വീഡിയോ, രാധയുടെ പ്രണയം, രാധാറാണിയെ കുറിച്ചുള്ള ഓരോ വീഡിയോ കാണുമ്പോഴും 1% വീണ്ടും രാധാറാണിയമ്മയോട് കൂടുതൽ സ്നേഹം കൂടുകയാണ് നമുക്ക് ഓരോരുത്തർക്കും. അതിനിടയാക്കുന്ന സാറിന്റെ ഓരോ വീഡിയോയും ഇനിയും ഒരുപാട് അറിവുകൾ നമുക്ക് പകരാൻ രാധാറാണിയമ്മ സാറിനെ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു സോ മച്ച്. ലവ് യു സർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ദിലീപ് സർ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. രാധാറാണിയെ കുറിച്ച് അറിയുന്നതും രാധാറാണിയെ കുറിച്ച് കേൾക്കുന്നതും ഒക്കെ ദിലീപ് സാറിലൂടെയാണ്. അതിൽ ഞാൻ എത്രയോ ജന്മ പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കഠിന രാധാഭക്തനിൽ നിന്ന് തന്നെ രാധാഭക്തി ലഭിച്ചത്. മാത്രമല്ല, ദിലീപ് സാറ് കാരണമാണ് ഞാൻ രാധാഭക്തി ആയത്. പിന്നെ എനിക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കാനുള്ള കാരണം ദിലീപ് സാറാണ്. അതിഗംഭീരമായിട്ടാണ് രാധയുടെ പ്രണയം, അഷ്ടപതി, ഇപ്പോൾ ജയദേവ കവിയുടെ ജീവിതകഥ ഒക്കെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള രാധാറാണി ദർശനം തന്ന വീഡിയോ അതിഗംഭീരമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു. അത്രയും ഹൃദയത്തിൽ തട്ടി. അത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ ഓഗസ്റ്റ് 9 രാധാറാണി ദർശനം അന്നും സാറിന് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള അനുഗ്രഹങ്ങളൊക്കെ രാധാറാണി തരട്ടെ. എങ്ങനെയാണ് രാധാറാണി അമ്മ സാറിന് ദർശനം തരാതിരിക്കുന്നത്? രാധേ രാധേ. പിന്നെ ഞാൻ സാറിന്റെ അനിയത്തിക്കുട്ടിയാണെന്ന് പറയുന്ന വീഡിയോ സാറിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. രാധാറാണി എല്ലാ സൗഭാഗ്യങ്ങളും ദീർഘായുസും ഒക്കെ തന്നെ അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ. ഇന്ദു, കോട്ടയം. എന്നെ രാധാറാണിയുടെ ഭക്തിയിലേക്ക് നയിച്ച എൻ്റെ ഗുരുവായ ദിലീപ് സാറിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഇനിയും രാധാറാണിയുടെ കഥകളും നിരവധി വീഡിയോസും കാര്യങ്ങളൊക്കെ സാറിന് ചെയ്യാനും സാധിക്കട്ടെ. സാറിനും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തോടെയും രാധാറാണിയുടെ ഭക്തി എന്നും ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. രാധാകൃഷ്ണ കൃപയെന്നും അങ്ങതൻ വഴികളിൽ നിഴലിക്കട്ടെ. അങ്ങതൻ ദൃശ്യാവിഷ്കാരങ്ങൾ ഈ പ്രപഞ്ചമൊട്ടുക്കും നിറയട്ടെ. ഈ ജന്മദിനത്തിൽ സർവസുഖങ്ങളും അങ്ങേ തഴുകി തലോടട്ടെ. ജയ് ശ്രീ രാധേ രാധേ. വേൾഡ് വൈഡ് രാധാദേവിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനന്ദ ഗംഗാധരൻ, വയനാട് മാനന്തവാടിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ മകളുടെ അടുത്ത് ദുബായിലാണുള്ളത്. ഓഗസ്റ്റ് 5 തിരിച്ച് നാട്ടിൽ വരും. പിന്നെ ആദ്യമായി ദിലീപ് സാറിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. രാധാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് സാറിന്. എന്നാലും ഞങ്ങളുടെ വക പ്രത്യേക പ്രാർത്ഥന. പിന്നെ സാറിനെ പറ്റി പറയാൻ ശരിക്കും വാക്കുകളില്ല. ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് സാറ്. എല്ലാ മേഖലയിലുള്ള അറിവ്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. എന്നാൽ അതിൻ്റെ ഒരു തലക്കനം ഒന്നുമില്ലാത്തൊരു ആളാണ്.
ഒരു നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉടമ. പറയുന്ന വാക്കുകളെല്ലാം തന്നെ വളരെ സത്യസന്ധമായ കാര്യങ്ങളും അത് നമുക്ക് ഉദാഹരണ സഹിതമാണ് സാറ് വിവരിച്ചു തരുന്നത്. സാറിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീ രാധേ രാധേ.